കുഞ്ഞാപ്പോ അന്നെ തെരഞ്ഞെടുക്ക ഞാൻ എന്റെ 2 ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട്. രണ്ടെണ്ണോ അങ്ങനെ. ഓക്കെ. എന്തിനാണ് നിന്റെ ഫോട്ടോ? മനസ്സിലായി. ആരെങ്കിലും പെണ്ണുങ്ങൾ ചോദിച്ചിട്ടുണ്ടാവൂലേ സുന്ദരനായ കുഞ്ഞാപ്പൂന്. അതെന്നെട്ടാ ആസ്പത്രി പോയപ്പോളേ ഞാനും കൂടി ബസ്സിൽ ആസ്പത്രിക്ക് പോയി. ഞാൻ മോനെ എപ്പോഴും ആസ്പത്രിക്കൊക്കെ പോകുമ്പോ വെള്ള തുണിയല്ലേ എടുക്കല്. ഞാൻ എടുത്തില്ല, ഈ തുണി തന്നെ എടുത്ത്. ഇമ്മാരും നീ കറ ആക്കണ്ടാറിഞ്ഞിട്ട്. ഇതാകുമ്പോ 3-4 ദിവസം ഇട്ടാലും ആരും അറിയില്ലല്ലോ. വെള്ളത്തുണി ആകുമ്പോ കറൊക്കെ ആവൂലേ. അങ്ങനെ ഞങ്ങള് ആശുപത്രിക്ക് പോകുമ്പോ ബസ്സിൽ നിന്ന് പെണ്ണുങ്ങളൊക്കെ നോക്കുന്നുണ്ട്. ചില പെണ്ണുങ്ങൾ ചിരിക്കുന്നുണ്ട്. അപ്പൊ എന്നോട് ഏതെങ്കിലും പെണ്ണ് പറഞ്ഞിട്ടുണ്ടാവില്ല എന്നെ കല്യാണം കഴിക്കാൻ വേണ്ടിട്ട് ഫോട്ടോ ചോദിച്ചോ? അല്ല, ഞാനേ എന്റെ ഫോട്ടോ എടുത്തിട്ട് വലിയ ഫ്രെയിം ആക്കിട്ട് വായന്തോട്ടത്തിൽ വെക്കാനാണ്. കട്ടായിരിക്കാന് ഞാൻ വായ കൃഷി തുടങ്ങാനുള്ള പരിപാടി ഉണ്ട്. വായ കൃഷി എന്റെ ഫോട്ടോ വെച്ചിട്ട് വായൊക്കെ തന്നാ മതി. അത് ഉണ്ടാവും കേട്ടോ. എന്റെ ഫോട്ടോ വെച്ചിട്ട് വായ കൊലക്കാവോ? എന്തിനാണ്? ചെലപ്പോ അത് കണ്ടാലും ആരും ഇഷ്ടപ്പെടിക്കാറല്ലേ. അത് കണ്ടല്ലാണ്ട് തിരിഞ്ഞു നോക്കൂലാരും എന്റെ ഫോട്ടോ കണ്ടാല്. അങ്ങനെ വായ തന്നിട്ടേ ചെയ്തോട്ടാ. അല്ല ഇജിപ്പോ എന്താ ഇവിടെ നടക്കണ്? ഇവിടെ നടക്കല്ലടാ, വെറുതെ അങ്ങനെയൊക്കെ നടക്കാൻ കാറ്റ് വേണം. ഞങ്ങൾ ഇന്നലെ പോയത് കണ്ടില്ലേ? എവിടേക്കായിരുന്നു പോയെന്ന്? അത് ചോദിക്കാൻ മറന്ന്. വല്യമാന്റെ അഞ്ചത്തില്ലേ, വല്യമാന്റെ അഞ്ചത്തിന്റെ മോള് പേരക്കുട്ടി ഇവരക്കുട്ടിയൊക്കെ ഇല്ലേ, ഓരോടെ കുറ്റൂസ് ചെയ്യുന്നു. അപ്പൊ ഓര് പറഞ്ഞേ, ഞങ്ങളോട് പറഞ്ഞ് കുറ്റൂസൊക്കെ ഇന്നോടും ഉമ്മാനോടും പറഞ്ഞ് ഒന്നും കൊണ്ടിരുന്ന രാവിലെ എന്നെ പോന്നാ മതി കുറ്റൂസൊക്കെ എന്ന് പറഞ്ഞു. അപ്പൊ ഉമ്മ പറഞ്ഞ് മോശമല്ല എന്തേലും കൊടുക്കണോന്ന്. അപ്പൊ ഓര് പിന്നെയും പറഞ്ഞേ വിപത്തമ്മായിന്നാ വിളിക്കാം. വിപത്തമ്മായിയെ ഒന്നും കൊണ്ടുവരണ്ടട്ടാ, കൊണ്ടുവരണ്ടട്ടാന്ന് പറഞ്ഞു. അപ്പൊ ഉമ്മ പറഞ്ഞ എന്തായാലും നമ്മ പോവാറുണ്ട്. കൊണ്ടുവരാന്ന് പറഞ്ഞപ്പോ അല്ലെങ്കിൽ പോവില്ല, അല്ലെങ്കിലും പോവും. അല്ലെങ്കിൽ ഞങ്ങളെ പോവാതിരിക്കുവോ? എന്റെ അമ്മക്ക് എനിക്ക് ജീവൻ ഞങ്ങളവിടെ എത്തി. ഞങ്ങളവിടെ എത്തി എത്തിയൊക്കെ മോനെ ഞങ്ങളെ അന്താ വിട്ട് ഞമ്മളെ സൈനളിമല്ലേ, സൈനളിമ മോനെ വലിയൊരു ഫ്രിഡ്ജ് കൊടുക്കണ്. അപ്പൊ ഇങ്ങോട്ടൊന്നും കൊണ്ടുണ്ടാന്ന് പറഞ്ഞിട്ട് അത് അമ്മായിന്റെ മോളല്ലേ പറഞ്ഞത്. സൈനളിമാക്ക് മോനെ മിഞ്ഞാന്ന് കൂടി പെരേക്ക് വന്നാണ്. ഒരു പാകല്ല ലോൺ അടക്കാൻ വേണ്ടിട്ട്. ഉമ്മാനോട് ചേച്ചി താത്ത എന്റെ അടുത്ത് കായ് തരുണ്ടോന്ന് ചോദിച്ചിട്ട് ഉമ്മ മോനെ ഞങ്ങൾക്ക് തന്നെ ജക്കാട്ടില്ല പറഞ്ഞിട്ട് ഉമ്മ സമാധാനിച്ച് വിട്ട്. അപ്പൊ ഉമ്മ ചോദിച്ചു എല്ലടി ഇജ്ജ് എന്താണ് ഓളെ കുറ്റൂസൊക്കെ പോകുമ്പോ എന്തിനു കൊണ്ടുപോണ്ടാ ചോദിച്ചു. അപ്പൊ തന്നെ സൈനളിമ പറഞ്ഞ് താത്ത എന്നോട് പറയാൻ ഇവിടെ ഒരു പാകമില്ല, ഒരു പാകം ഉണ്ടെങ്കിൽ ഞാനിപ്പോ എന്നോട് കായ് വയ്ക്കാൻ വരുമോ ചോദിച്ചു. അപ്പൊ ഉമ്മ പറയുന്നത് ശരിയാണ്. അവിടെ എത്തിയപ്പോ മോനെ ഞങ്ങളെക്കാളും മുന്നിലുണ്ട് വലിയൊരു ഫ്രിഡ്ജ് മാറ്റിയിരിക്കണു. കൊണ്ടാവൂലെന്ന് പറഞ്ഞിട്ട് വല്ലാതെ ചതിയല്ലേ. ഞങ്ങളത് ആദ്യം തലേന്ന് അറിയാണെങ്കിൽ ഞങ്ങൾ 2 ക്ലാസ്സെങ്കിലും മേടിക്കൂലേ. കസാല കൊണ്ടുപോയി പഠിക്കാൻ ഞങ്ങൾക്ക് ഭാഗമില്ല. 2 ക്ലാസ് പഠിക്കാൻ കുട്ടി ക്ലാസ്. ഞാൻ അപ്പൊ ഉമ്മ അറിയിച്ച എന്റെ ഭർത്താനടി പറഞ്ഞു എന്തേ പറഞ്ഞു ഒന്നും കൊണ്ടുപോയില്ലാന്ന്. ഞാൻ കൊണ്ടുപോയില്ലാന്നൊന്നും പറഞ്ഞില്ല. ഇച്ചാണ്ട് കൊണ്ടുപോയി പേരെടുക്കാൻ വേണ്ടിട്ട്, പേര് കിട്ടാൻ വേണ്ടിട്ടില്ല. സൈലളിമാന്റെ പേര് സൈലളിമാന്നാണല്ലോ. പിന്നെ മറ്റോരൊന്നും കൊടുന്നില്ല, അതന്നെയാണ്. ഓള് വല്ലാതെ മെയിൻ്റെ ഒന്നും ചെയ്യുന്നില്ല. സൈലളിമാനെയും മറ്റവരൊക്കെ വിളിച്ചിട്ട് പറയും ചായ അടിച്ചോളി, ചോറ് വെച്ചോളിയും, ചായ വെച്ചോളും ചോറ് വെച്ചെന്ന് പറഞ്ഞു. ഇത് ഇമ്മാനോട് വെച്ച് അമ്മായി എപ്പഴാ വന്നേ? ഞാനിപ്പോ ഒരു 100 ചുരുക്കലോ. അപ്പൊ തന്നെ ഉമ്മാക്ക് ജാതിയായി. അപ്പൊ ഉമ്മ അറിയില്ല ഞാൻ നമുക്ക് പോവാന്ന്. ഞാൻ പറഞ്ഞു എന്തായാലും വന്നതല്ലേ ചായ ചോറ് വെച്ചിട്ടൊക്കെ. ഞാൻ വിചാരിച്ചു വെട്ടി മുണങ്ങാതെ വന്നോന്ന്. എന്തെങ്കിലും കഴിച്ചവിടുന്ന് ഞങ്ങളെല്ലാ ആൾക്കാര്, ഞാനും ഉമ്മയെല്ലാ ആൾക്കാര് ഞങ്ങള് കഴിച്ച് കഴിക്കാതെ ഇരിക്കുവോ. എന്നിട്ട് എന്താണ്ട് പോകുന്നു. വലിയ ഇതൊന്നും ഇല്ലട്ടാ. പിന്നെ പണ്ടത്തെ കാലം ആരില്ലല്ലോ ഇപ്പൊ. കച്ചിയില് കായുള്ളവർക്കല്ല ഇപ്പൊ കുടുംബക്കാരൊക്കെ ഉണ്ടാവുള്ളൂ. പാവപ്പെട്ടടുത്ത് ആരുണ്ടാവാനാണ് അല്ലേ? പാവപ്പെട്ടവരൊന്നും പാവപ്പെട്ടവരെന്നെ. അള്ളാന്റെ അടുത്താണ് മോനെ എല്ലാരും കിടക്കണത്. പാവപ്പെട്ടവരും പണക്കാരനും ഇല്ല. അള്ളാന്റെ എന്താണ് ദുനിയാവിൽ എല്ലാരും തുല്യരാണ് മോനെ.
പണ്ടത്തെ ആൾക്കാർ പറയില്ലേ പണത്തിന്റെ മേലെ പരുന്തും പറക്കൂലെന്ന്. സത്യാണ്. പണം എന്ന കയ്യില് കച്ചിയിലെ ആൾക്കാരുണ്ടോ ആൾക്കാർ കഴിഞ്ഞ കാലൊക്കെ മറക്കും. എന്നോട് പറയാം എന്റെ അമ്മക്ക് എത്ര ആൾക്കാർക്ക് നല്ല ആയിട്ടും അരിയായിട്ടും നാളെ പറഞ്ഞേക്കണം എന്നും പറയന്നെയാണ്. ഇപ്പൊ ഉമ്മാനെ കണ്ടാതെ കൂടി മുണ്ടില്ല. ഉമ്മാനിപ്പൊ പോരായി ഞങ്ങള് പോരായി. ഞങ്ങളിപ്പോ തൊഴിലുറപ്പിനൊക്കെ പോകുമ്പോ ഓർക്കൊക്കെ സേമിച്ചേടല്ലേ നിങ്ങൾക്ക് എന്താ പണിന്ന് ചോദിച്ചാൽ മറ്റൊരു മെഡിക്കൽ ഓഫീസറാണ് ഈ ഓഫീസറാകുമ്പോ ഓർക്കൊക്കെ സേമിച്ചേടല്ലേ. എന്നിട്ട് ഞാന് എല്ലാരും BJP കസാലയിൽ ഇരുന്നപ്പോള് ആ കച്ചാലമ ഇരുന്നപ്പോ ഒരു അറിഞ്ഞോട് ഇവിടെ മാറിക്ക് കുഞ്ഞാപ്പ എനിക്ക് പിന്നെ തിന്നാ ബസ്സിലാക്കിയാലും മയിലാച്ചിട്ട് ഞാനും അവിടെ ഇരുന്നു. അപ്പൊ പിന്നെ എന്ത് വിളിച്ചപ്പോ ഉമ്മ അറിയിച്ചിട്ട് പോരടായിരുന്നു. അപ്പൊ ഉമ്മയോട് പറയാം അമ്മായിയെ ഒന്നും വിചാരിക്കാണ്ടട്ട ഞാന് കുഞ്ഞാപ്പിന് തോനെ തിന്നോട്ടെ അവിടുന്ന് പോലെ അധികം തിന്നൂലല്ലോ വെച്ചിട്ടാണ്. ഞാനല്ല തിന്നാത്ത ആള്. അത് ഓർക്കറിയാം മോനെ. മുത്തുമാനുള്ളവരൊക്കെ വന്നിങ്ങനെ മുത്തുമാനുള്ളവര് എന്താ കുറച്ച് അപ്പൊ തന്നെ പോകുന്നു. തന്നില്ലടാ ഞാൻ ബാക്കിയൊക്കെ കിട്ടു വിചാരിച്ചു. ബാക്കിയൊക്കെ ഉണ്ട് അവിടെ. എന്നിട്ട് ഓള് പറയുന്നുണ്ട് ഇതൊക്കെ ഇനി രാത്രി കൊറേ ആൾക്കാർ വരാണ്ട്. തട്ടിയും മുട്ടിയും കൊറേ നിന്ന് നോക്കി. ആ നിക്കലന്നെ കാര്യം ഒന്നും കിട്ടില്ല. മുത്തുമാക്ക് കൊടുക്കുന്നുണ്ട്. സഫിയാത്ത വന്നിട്ടില്ലല്ലോ. സഫിയാക്ക് കൊടുത്താളി എന്താ തൽക്കാരം കൊടുക്കാരോ ആകെ പോട്ടെ കുഞ്ഞാപ്പൊക്കെ ശരിയായിക്കോളും. ശരിയാണ്. ആൾക്കാർക്ക് കണ്ടിനോരൊക്കെ ഇപ്പൊ കാണാതെ അപ്പൊ നമ്മളെ അങ്ങനത്തെ മെയിൻറ്റെയിൻ ചെയ്യാതിരുന്നാ മതി. ഞാനും നല്ല സൈന്യാളിമാരെ കാര്യം ഓർക്കുമ്പോഴാണ് ഭ്രാന്ത് പിടിക്കുന്നത്. നോക്കണ്ട ഇവിടെ ലോൺ അടക്കാൻ കഴിയില്ല. പക്ഷെ ആയിരിക്കും വലുത് അവിടുന്ന് കിട്ടിയിട്ടുണ്ടാവും. ഫ്രിഡ്ജ് വാങ്ങാൻ വേണ്ടി അവരെന്നെ പൈസ കൊടുത്തിട്ടുണ്ടാവും. ഇപ്പൊ ഒരെന്നെ മാനം നേടാൻ കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെയും നമ്മള് ചിന്തിക്കാലോ. എന്നാ ആയിക്കോട്ടെ. ഒരു ഇത്ര വെറുതെ എടുക്കുന്നു.